ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ 4:00 എനിക്കാണ് ചോദിച്ചത്, പക്ഷെ നടന്നില്ല. ഒരു 6 മണി ഇപ്പോഴാണ് എനിട്ടത്. ഉമ്മ ഒന്ന് വിളിച്ചു അനിയത്തി കൊണ്ടുവന്നാക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് അവിടുത്തെ 4:00 എനിക്കുമെന്നൊരു പറഞ്ഞ് ഞാൻ തെറ്റിച്ചു. അപ്പോൾ തന്നെ എനിക്ക് റെഡിയായി. ആൻഡ് നൗ സമയം കളയാനില്ല, ഫ്രഷ് ആവുക, ഡയറക്റ്റ് ട്രെയിനിങ്ങിന് കയറാം. കാരണം ഇന്ന് ഞായറാഴ്ച രാവിലെ അവിടെ ട്രെയിനിങ് ഉണ്ട്. അവിടെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അവിടെ ജിമ്മൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോകുന്നു. ആൻഡ് പിന്നെ പഠിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങൾ കുറേ സെറ്റാക്കണം. ആൻഡ് ഇത്രേ ഉള്ളൂ. ആൻഡ് ഇനി ഇത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. വേറെ റെഡി ആവട്ടെ, കുറേ പണിയുണ്ട്, അത് തീർക്കണം. അപ്പോൾ ഡേ 2 സ്വാഗതമായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ജിമ്മിൽ കയറി, ആരും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടോ. നമ്മൾ വാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രെച്ചസും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കാർഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്തു. ഒരു 2 മിനിറ്റ് 3 റൗണ്ട് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഞാൻ റാപ്പ് കേട്ടാൻ തുടങ്ങി. റാപ്പ് ചെയ്തു. ആൻഡ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് പാഡിങ്ങും അതുപോലെ തന്നെ ബാക്ക് വർക്കൗട്ടുമാണ്. ഹെവി ബാഗ് കഴിക്കണം. അങ്ങനെ ഇവരോട് ഞാൻ അങ്ങനെ 4 റൗണ്ടിൻ്റെ 3 മിനിറ്റ് 4 റൗണ്ട് ഞാൻ പാഡ് ചെയ്തു. ഞാൻ ലൈറ്റ് പറഞ്ഞത് അവനോട്, അവിടുത്തെ നിഹാലിനോട് ഞാൻ ലൈറ്റ് പറഞ്ഞപ്പോൾ അവൻ എന്നെ അവൾക്ക് കൊടുത്തു. I keep on moving forward, always getting closer. I march until it's over, and just like a soldier, I keep on moving forward, always getting closer. I march until it's over, and just like a soldier, I keep on moving forward, always getting closer. March until it's over. Just like a soldier, I keep on moving forward, always getting closer. March until it's over. It's ridiculous, I'm spitting this meticulous and limitless, while others out there spitting shit got hits up on the charts and shit. I see why other artists quit, cause people don't reward good shit. They love to hate but hate to live. Society, you swing and miss. And honestly I get it, promise me you won't regret it. Wasting energy, forget it, don't look back, go on and get it. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ നേരെ സ്ട്രെച്ച് ചെയ്തു. സ്ട്രെച്ച് ചെയ്ത ശേഷം ബാഗ് റെഡി വീട്ടിൽ പോയി. കുറച്ച് പരിപാടിയുണ്ട്. ആൻഡ് ജിമ്മും ഇപ്പോൾ അടയ്ക്കാണ്. ഗൈസ്, മോർണിംഗ് സെഷൻ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഫുഡ് കഴിക്കുക, സപ്ലിമെൻറ്റ്സ് എടുക്കുക, ആൻഡ് പഠിക്കാൻ നോക്കാം. വേറെ കുറച്ച് പണികളൊന്നും ഇല്ല, കുറേ പണികളൊക്കെ ഉണ്ട്. ബട്ട് ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ പരിപാടിയും തീർക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്തു. ആൻഡ് ഹിന്ദി 3 മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയിട്ടു. അതുതന്നെ ഒരു ഭാഗ്യം. പഠിക്കാൻ നോക്കി. ആൻഡ് പിന്നെ വേറെ എന്തിട്ടായിരുന്നു, 5 നേരത്തിൽ 3 നേരം നിസ്കരിച്ചു. ആൻഡ് മോശമാണ്, പോരാ. ബട്ട് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചും കൂടി ബെറ്ററാണ്. ആൻഡ് ഇന്നത്തെ ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതാണ്. കുഴപ്പമില്ല, ഒരു 100%-ൽ 30% ക്വാളിറ്റി വരുന്നത്. ആൻഡ് പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് അറേഞ്ച്മെൻറ്റും അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് നേരെ ഈവനിങ് വർക്കൗട്ടിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാനൊരു കാര്യം തീരുമാനിച്ചു. അതായത് എന്തായാലും എൻ്റെ വെയിറ്റ് കുറയാൻ ടൈം എടുക്കും. സോ എന്തായാലും ഞാൻ വെയിറ്റ് കുറയ്ക്കേണ്ട ഡയറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കഴിച്ചത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് രാവിലെ എണീറ്റ് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു. നേരത്തെ നെയ്ച്ചോറും ബീഫും ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് റൈസും പിന്നെ ബീഫ് എടുത്ത് കഴിച്ച്. ആൻഡ് വെജിറ്റബിൾസ് കുറച്ച് കഴിച്ചു. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു
ഒരു 12-11 മണിയായപ്പോൾ ഞാനിത് പഴം എടുത്ത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ ചോറും ബീഫ് കറി തന്നെയായിരുന്നു, അതും കഴിച്ചു. ഇന്ന് ബീഫായിരുന്നു സ്പെഷ്യൽ. ആൻഡ് ബീഫ് കഴിച്ചു, അതിൽ ക്രിയാറ്റിനും പ്രോട്ടീനൊക്കെ ഉണ്ടാവും. ആൻഡ് ബീഫ് കഴിച്ചു. എന്നിട്ട് പിന്നെ ഇന്നത്തെ പിന്നെ വൈകുന്നേരം അതെ ചോറും പത്തിരിയും ബീഫായിരുന്നു. അതും പത്തിരി കുറച്ച് എടുത്തിട്ടുള്ളൂ, വല്ലാണ്ട് ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചിട്ടില്ല. ആൻഡ് ബീഫ് എന്തായാലും കഴിച്ചുകൊണ്ട് നാളെ എന്തായാലും വെയിറ്റ് കൂടി തന്നെ ഇരിക്കും. ഇന്ന് നോക്കിയപ്പോൾ 92 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ 85 to 80 ആ ഒരു കാറ്റഗറി ഉണ്ട് ബോക്സിങ്ങിൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിലിറങ്ങാനാണ് ഞാൻ തീരുമാനിക്കണം. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. എന്നെക്കാട്ടിൽ വെയിറ്റ് ഉള്ളവന്മാരൊക്കെ വെയിറ്റ് കുറച്ചിട്ട് 85 വന്ന് കളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ സെറ്റാക്കണം കാര്യങ്ങൾ. എൻ്റെ ടെക്നിക്കും ഡിഫെൻസും ഒന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഡിഫെൻസ് ഞാൻ നോക്കുമ്പോൾ ആവറേജാണ്. ആവറേജ് എന്ന് വെച്ചാൽ ബിലോ ആവറേജിൻ്റെയും ആവറേജിൻ്റെ ഇടയിലാണ്. ഡിഫെൻസ് പോരാ. ആൻഡ് ഡിഫെൻസ് അതിൽ കൗണ്ടർ പഞ്ചസ് കുറവാണ്. അതായത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഞാൻ കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ പെട്ടെന്നൊരു നല്ല കോംബോ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് സ്റ്റെക്കായി നിൽക്കണം. ആൻഡ് നെക്സ്റ്റ് മൂവ് എന്താ എടുക്കണമെന്ന് പിന്നെ ഞാൻ ഇങ്ങോട്ട് ബ്ലാങ്ക് ഔട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്ത് ഒരു കാര്യം തീരുമാനിച്ചു. എൻ്റെ ഡിഫെൻസും കൗണ്ടറും അറ്റാക്കിങ്ങും ഒക്കെ ഒന്നും കൂടി ഷാർപ്പൻ ചെയ്യാനുണ്ട്. ഇപ്രാവശ്യം വെയിറ്റ് കൂടിയതുകൊണ്ടേ കാർഡിയോ എന്താവുന്നൂടാ. അപ്പോൾ എന്താവുന്നൊരു പേടി. പക്ഷെ ഞാൻ എന്തായാലും എൻ്റെ കാർഡിയോ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, എൻ്റെ സ്റ്റാമിന ഒക്കെ. അപ്പോൾ ഈ ഒരു മാസം അതിനുവേണ്ടി വർക്ക് ചെയ്യണം. പിന്നെ എക്സാം ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ഉറക്കക്ഷീണം വരുന്നുണ്ട്. പഠിക്കാനോ വേറെ ഒന്നും തോന്നുന്നില്ല. എന്ത് ചെയ്താലും ഭയങ്കരമായിട്ട് ടയർഡാണ്. അത് ഈ റിക്കവറിക്ക് വേണ്ടിയാണ്. സോ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഒരു ഉച്ചയ്ക്ക് ഇപ്പം ഞാനിപ്പോൾ അതായത് ഇന്നലെ എടുത്ത വീഡിയോയിൽ ഡേ 1, ഇന്ന് ഡേ 2 ആണ്. ഡേ 2 ഇപ്പോൾ അവസാനിക്കും. അപ്പോൾ ഡേ 1 വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഫോൺ മൊത്തം ക്ലിയർ ചെയ്ത്. ആൻഡ് പിന്നെ ഒരു റീൽ ഞാൻ എഡിറ്റ് ചെയ്തു. ഞാൻ കുറേ നാളായത് എഡിറ്റ് ചെയ്യണം വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ റീൽ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട്. അത് ഞാനിപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഖബീബിൻ്റെ ഒരു കോട്ടും വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ് ഞാൻ സത്യം പറയാൻ റൂള് തെറ്റിച്ചോന്ന് പറഞ്ഞോട്ടോ. അതായത് ഏത് ദിവസത്തേക്കാണ് നമ്മൾ എന്തുട്ടാ ഇൻസ്റ്റഗ്രാമും തുറക്കൂല, ആ കണ്ടന്റ് കൺസ്യൂം ചെയ്തു. പക്ഷെ ഞാൻ റീൽസ് കുറച്ച് കണ്ടിട്ടു പോയി കഴിയുന്നു. അത് എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ബട്ട് എന്തോ അതിപ്പോൾ ഇടണം എനിക്ക് തോന്നി. സോ കാരണം വെച്ചുകൊണ്ട് തന്നെ ശരിയാവില്ല. അപ്പം ഞാൻ ജസ്റ്റ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും. എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ആസ് എ ഫൈറ്റർ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതായത് നമ്മുടെ ഫൈറ്റ്സ്, അതേപോലെ നമ്മുടെ വർക്കൗട്ട്, നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി, നമ്മൾ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ആസ് എ ഫൈറ്റർ അല്ലെങ്കിൽ അത്ലറ്റിന് പൈസ ഉണ്ടാക്കാനും വളരാനും സാധിക്കുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോട്ടെ. നിങ്ങളിപ്പോൾ വളർന്നു വരുന്നൊരു സ്പോർട്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വെറുതെ ഒരു ഹോബി മാത്രമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇതൊരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഫ്യൂച്ചർ ഇതാണ് എൻ്റെ കരിയർ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ആ ഒരു ഇത് വേണം. അതായത് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വേണം. അതിൽ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യണം. കാരണം ഈ കോമ്പാറ്റ് സ്പോർട്സ് എന്ന് പറയുന്നത് അതായത് ലോകത്തിൽ 100%, 2% ആൾക്കാർ 10% ആൾക്കാർ മാത്രമേ ഇപ്പോൾ കുറേ പേര് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ 10% ആൾക്കാർ മാത്രമേ എന്നിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ 5% ആൾക്കാരാണ് ഹെവിലി അതിനു വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. അതിൽ 1% ആൾക്കാരാണ് സക്സസ് ആവുന്നത്. കണക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇത് ചെയ്യുന്നവർ ഏറ്റവും ടോപ്പ് 1% ആൾക്കാരാണ്.
അപ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത, അതായത് ചിലപ്പോൾ ഇപ്പോൾ ഒരാൾ എന്നിട്ട് അവർക്ക് ബോക്സിങ് ചെയ്യുന്നുണ്ടാവും, 2 വർഷം ബോക്സ് ചെയ്യുന്നു, പക്ഷേ ഒരു കാരണത്താൽ നിർത്തേണ്ടി വന്നു, അത് ഉപേക്ഷിക്കേണ്ടി വന്നു. കുറേ പേര് ഇഞ്ചുറി കാരണം ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റില്ലായിട്ട് അതിലിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മത് പ്രൊമോട്ട് ചെയ്യണം. നമുക്ക് കൂടുതൽ ഫൈറ്റ്സ് കിട്ടും, അതായത് നമ്മളാൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് കൂടുതൽ നല്ല ഫൈറ്റ്സ് കിട്ടും. മാത്രമല്ല നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ, അതായത് കോണർ മക്ഗ്രഗർ, ഖബീബ്, UFC ആ ലെവലൊക്കെ നോക്കുമ്പോൾ UFC ഫൈറ്റേഴ്സിന് മിനിമം 100K എങ്കിലും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നല്ലൊരു ഒരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്ടിൽ വളരാൻ പറ്റും. ഏത് സ്പോർട്സ്, പവർ ലിഫ്റ്റിംഗ് ആവട്ടെ, ബോക്സിംഗ് ആവട്ടെ, റെസ്ലിംഗ് ആവട്ടെ, ആൻഡ് ജിജിത്സു, കിക്ക് ബോക്സിങ്, ഏത് സ്പോർട്സ് ഇവൻ്റ് ആവട്ടെ, അതിൽ നിങ്ങൾക്ക് നല്ല കഴിവുണ്ടോ, ആ കഴിവ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം ആൾക്കാർക്ക്. അതിങ്ങനെ പ്രദർശിപ്പിക്കണം. പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ഈ ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഒരു ബ്രാൻഡ് വളർത്തിയിട്ട് നിങ്ങൾക്കൊരു വേണമെങ്കിൽ ഒരു സ്പോർട്സ് വിയറോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബ്രാൻഡ് നിങ്ങൾക്ക് തന്നെ ഇറക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറേ കൊളാബറേഷൻസ് കിട്ടും. അതേപോലെ തന്നെ ഈ സപ്ലിമെൻസിൻ്റെയും അതേപോലെ തന്നെ മറ്റു പല സ്പോർട്സ് ബ്രാൻഡുകൾ നിങ്ങളെ സമീപിക്കും. പല ബ്രാൻഡുകളും നിങ്ങളെ സമീപിക്കും ആഡ് ചെയ്യാനായിട്ടും കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഈവൻ ഈ അംബാസിഡറൊക്കെ ആയിട്ടും. അങ്ങനെ ഓരോന്ന് വിളിക്കും. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളതനുസരിച്ച് വളരുകയും ചെയ്യും. ആൻഡ് രണ്ടാമത്തെ, പക്ഷേ ഇതിലുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വല്ലാണ്ടങ്ങോട്ട് അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാനും പാടില്ല. എന്നാലോ ആവശ്യത്തിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കണ്ടന്റ് അതിൽ ഉണ്ടാക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോർട്സിൽ നല്ല കഴിവുകൾ തെളിയിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോച്ചിങ് തുടങ്ങാൻ പറ്റും. നല്ലൊരു കോച്ചാവാം, വേണമെങ്കിൽ ജിം ഇടാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കണ്ടന്റ് ഇട്ട് തുടങ്ങാം. ആൻഡ് നിങ്ങൾ സ്പോർട്സ് ചെയ്യുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഇടുക. ഇത് നിങ്ങൾക്ക് റീച്ച് കൂട്ടും. ആൻഡ് നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു ഫൈറ്ററാണെന്ന് അല്ലെങ്കിൽ ഒരു അത്ലറ്റാണെന്ന് മനസ്സിലാക്കാൻ ധാരാളം. നിന്നെ കണ്ടാൽ തന്നെ പറയാൻ പറ്റും അത്ലറ്റാണ്. അതായത് നിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, ആൻഡ് നിൻ്റെ ഫിസിക്ക് നല്ലതാണ്. ഒക്കെ കൂടി നോക്കുമ്പോൾ ഒരു അത്ലറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നിനക്കുണ്ടാവും. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ, ഇന്ന് ഫുൾ എഡിറ്റിങ് വലിയ രീതി ഉണ്ടായില്ല. ഞാൻ റീൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഡിസ്ട്രാക്ട് ആയി പോകരുത്. കാരണം നമ്മുടെ ടൈമും ഫോക്കസും വളരെ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ടൈം നഷ്ടപ്പെട്ടത്. പിന്നെ ഫോക്കസ്, ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ഇട്ടാൽ മാത്രമേ നമുക്കത് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങിലൂടെയൊക്കെ മെയിനായിട്ട് വരുന്ന പ്രശ്നം വെച്ചാൽ, അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് 12 സെക്കൻഡ് അല്ലെങ്കിൽ 6 സെക്കൻഡ് എങ്ങാണ്ടാണ് ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ സ്പാൻ. ഈ റീൽസ് കണ്ട് ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ അറ്റൻഷൻ സ്പാനിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. മെയിനായിട്ട് അത്ലറ്റ്സിന് വേണ്ട ഒരു സംഭവമാണ് ഫോക്കസും അറ്റൻഷൻ സ്പാനും. നിങ്ങൾത് കൺട്രോൾ ചെയ്യാം. ആൻഡ് കൺട്രോൾ ചെയ്തത് കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. നിങ്ങളുടെ ഒരു അത്ലറ്റിന് വേണ്ട 3 കാര്യങ്ങളൊന്നാണ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതേപോലെ മെൻ്റലി ഫിറ്റ് ആയിരിക്കണം, ഇമോഷണലി. ഈ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ മറ്റു പല സോഷ്യൽ മീഡിയ, അതേപോലെ പോർണോഗ്രാഫി, ഇതൊക്കെ നിങ്ങളെ ഈ ഈ 3 പില്ലറുകളെയും ബാധിക്കും. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി. ഇത് 3നെയും ബാധിക്കും. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാക്സിമം വിട്ട് നിൽക്കുക, ഒരു കൺട്രോൾ കൊണ്ടുവരാം, ആൻഡ് ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകാം. സോ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യും, അതേപോലെ തന്നെ ഭയങ്കര ഡിസ്ട്രാക്ട് ചെയ്ത് നടന്നപ്പോഴും ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കായി. പല പ്രശ്നങ്ങളും വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യാമെന്നൊരു പേടിയില്ല. ഭയങ്കര ഡെസ്പായി, ഒരു തരം ജീവിക്കണം, ഒരു പ്രതീക്ഷ കൈവിട്ട പോലെ. ആൻഡ് പോർണോഗ്രാഫി ഞാൻ കണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ ഫോക്കസ് നഷ്ടപ്പെടാൻ തുടങ്ങി.
നമുക്ക് പണ്ടുണ്ടായിരുന്ന അതായത് ഒരു ഗോളിനോട് ഉണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കുറയാൻ തുടങ്ങി. ഇനി അത് ചെയ്താൽ അത് വർക്കൗട്ട് ആകുമോ എന്നൊരു തോന്നൽ നമുക്ക് വരുന്നു. പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരും. സോ എനിക്ക് ഈ വരുന്ന പുതിയൊരു ജനറേഷൻ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അതായത് യങ് ആയിട്ട് വരുന്ന അത്ലറ്റ്സോട് പറയാനുള്ളത്, മാക്സിമം ഈ സ്പോർട്സിൽ ഹാർഡ് വർക്ക് ഇടുക, ഫോക്കസ് ആയിരിക്കുക. ജീവിതം എൻജോയ് ചെയ്യുക. ഫ്രണ്ട്സ് വേണം, ഫാമിലി വേണം, എല്ലാം വേണം. പക്ഷേ നിങ്ങൾക്കതിലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ട്രാക്റ്റ് ആവണം നോക്കണം, ഫോക്കസ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ അനാവശ്യ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവായി നിൽക്കാം. മാക്സിമം അതൊക്കെ ആകെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവാം. നമുക്കൊരു ഗോളുണ്ടെങ്കിൽ അതിന് വേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അതെന്തായാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടി വർക്ക് ചെയ്യുക ആൻഡ് അത് അച്ചീവ് ചെയ്യുക. അത്രേ ഉള്ളൂ. അച്ചീവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. എന്നിട്ട് നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇങ്ങനത്തതൊക്കെ വേസ്റ്റ് ചെയ്യാൻ ടൈമാണ്. ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ മറ്റു ഇൻ്റർനെറ്റ് സ്ക്രോളിങ്, അതേപോലെ തന്നെ ഈ പോർണോഗ്രാഫി ആൻഡ് ബാഡ് സ്റ്റെപ്സ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുള്ളൂ. നിങ്ങളുടെ ഫോക്കസ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ് എല്ലാം നശിപ്പിക്കും. സോ നിങ്ങളത് ശ്രദ്ധിക്കുക, എപ്പോഴും ഫോക്കസ് ആയിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കൂടുതൽ സ്പിരിച്വലി നല്ല രീതിയിലൊന്ന് നന്നാവാൻ നോക്കുക. നിങ്ങളുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുക. അതേപോലെ ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ ഇനി നാളത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ സെറ്റാക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ട്രെയിനിങ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇന്നെന്തായാലും 2 നേരത്തേക്ക് ട്രെയിൻ ചെയ്താൽ ഞാൻ വീണ്ടും ടയർഡാവും ആൻഡ് അത് കൂടുതൽ ഇഞ്ചുറിയിലേക്ക് തന്നെ നയിക്കുള്ളൂ. സോ പതുക്കെ നമുക്ക് തുടങ്ങാം. ട്രെയിൻ ചെയ്യും എല്ലാ ദിവസവും ആൻഡ് മാക്സിമം ഈ ഓവർ ട്രെയിനിങ് പറയാൻ സ്മാർട്ടായ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ ടെക്നിക്കലും അതേപോലെ തന്നെ കാർഡിയോ, സ്ട്രെങ്ത് കണ്ടീഷനിങ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാം. കാരണം നമുക്ക് നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പടച്ചോൻ തന്നൊരു അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാക്കാൻ പാടാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ മാക്സിമം ഡിസ്ട്രാക്റ്റ് ആവാണ്ട് നോക്കാം. ഡിസ്ട്രാക്റ്റ് ആവും, കാര്യം ബേൺ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ബേൺ ഔട്ടായി അല്ലെങ്കിൽ പഠിക്കണ സമയത്ത് ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2-3 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കണം. അപ്പോൾ ബേൺ ഔട്ടാവും. അല്ലെങ്കിൽ ഒരു 2-3-4 മാസമായിട്ട് ഇപ്പോൾ കോമ്പറ്റീഷൻ വരുന്നത് അതിന് വർക്കൗട്ട് ചെയ്ത് ക്യാമ്പൊക്കെ ആയിട്ട് ചെയ്ത് അപ്പോൾ അതിനൊക്കെ റെസ്റ്റ് വേണം, റിക്കവറി എന്തായാലും വേണം. മനുഷ്യന് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. അപ്പോൾ ജസ്റ്റ് നല്ല മാർഗങ്ങളുണ്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ. അതായത് ഒരു യാത്ര പോവാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കൂട്ടുകാരുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ഒരു കറങ്ങാൻ പോയി, ചായ കുടിക്കാൻ പോയി, ഒരു വാക്കിന് പോയി, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്ന് നടക്കാൻ പോയി, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളായിട്ട് സമയം ചിലവഴിക്കുക. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ സക്സസ് ആവാനുള്ള റേറ്റും കൂടി വരാം. കാരണം നിങ്ങൾ കൂടുതലും മോശമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല പോകുന്നത്, കുറച്ചും കൂടി നല്ല കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ആൻഡ് പിന്നെ ഇതൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി Day 2 ഇന്നത്തോടു കൂടി അവസാനിക്കുക. ഇനി Day 3 7 ദിവസമാണ്. സോറി, എൻ്റെയും ഇന്നത്തെ ദിവസം കുറേ മിസ്റ്റേക്ക് ഉണ്ടായി. 5 നേരത്തിൽ 3 നേരം മാത്രമേ നിസ്കരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആൻഡ് ആകെ 4 മൊഡ്യൂളെന്ന് ചെയ്യുമ്പോൾ 3 മൊഡ്യൂൾ മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് വേറെന്തുട്ടാ 2 നേരം ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ 1 നേരം ട്രെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പക്ഷെ ബെറ്റർ ആവുന്നുണ്ട് കേട്ടോ, ഓരോ ദിവസവും കഴിയുന്തോറും ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ എൻ്റെ എഡിറ്റിങ് സ്കിൽസ്, അതായത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് കുറേ വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചത് ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ആയിട്ട് ഇറക്കിയിരുന്നു. യൂട്യൂബിൽ കുറേ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
എനിക്കിതിലൂടെ മനസ്സിലായെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പോയ പിന്നെ കുറേ സമയം എനിക്ക് കിട്ടാൻ തുടങ്ങി. എന്തോ കാര്യങ്ങൾ ചെയ്യണം. അതായത് മറ്റേതങ്ങനെയല്ല, ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു, വെറുതെ സമയം കളയാൻ. പക്ഷെ ഇപ്രാവശ്യം അത് കളഞ്ഞപ്പോൾ തന്നെ എനിക്ക് എത്രയോ സമയം കിട്ടിയ പോലെ, കുറച്ചും കൂടി ഫോക്കസ് കൂടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ഡേ 3യുടെ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളത്തെ എൻ്റെ ഒരു ചലഞ്ചാണ്, ഇന്നത് നടന്നില്ല. നാളത്തെ എൻ്റെ ചലഞ്ചാണ്, നാളെ രാവിലെ 4:30 ഞാൻ എണീക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ 4:30 എണീക്കും. 4:30 എണീറ്റിട്ട് വീഡിയോ എടുക്കും. ഇതാ ഗൈസ്, ഞാൻ 4:30 എണീറ്റു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ.